ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്ന ഒരുപാട് തലമുറകൾ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് ഒന്നിനും കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നത് നമ്മൾ ധാരാളം കാണാറുണ്ട്. പ്രാർത്ഥനകൾക്ക് വേണ്ടി പല മാതാപിതാക്കന്മാരും വിളിക്കുമ്പോൾ അവരുടെ സങ്കടങ്ങളും വേദനകളുമൊക്കെ കേട്ട് നിസ്സഹായമായി എന്തു പറയണമെന്നറിയാതെ പ്രാർത്ഥിക്കാം എന്നുള്ള ചില വാക്കുകളിൽ അവരെ ആശ്വസിപ്പിച്ച് നിർത്തേണ്ടതായിട്ട് വന്നിട്ടുള്ള എത്രയോ സാഹചര്യങ്ങൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാതാപിതാക്കന്മാർ കണ്ണുനീരോടെ ഇന്നത്തെ കാലത്ത് വിളിക്കുന്ന അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് തലമുറകളുടെ, അവരുടെ കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ചിലർ പഠിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നു. ചിലർ മാനസികമായ സംഘർഷങ്ങൾ, പണ്ടൊന്നും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്, ഇന്ന് മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നു. ഡിപ്രഷൻ, ഡ്രഗ് അഡിക്ഷൻ, അതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഞങ്ങളെന്താ ദൈവദാസനെ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഒരുപാട് നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ഇത്തരത്തിൽ വേണ്ട രീതിയിൽ ആ പ്രാർത്ഥനയുടെ റിസൾട്ട് കാണാതെ വണ്ണം വല്ലാത്ത ബന്ധനത്തിലായിപ്പോയ ഒരുപാട് തലമുറകളുണ്ട്. ദൈവത്തിന് വിടുവിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പലതും വൈകിട്ടാണ് തിരിച്ചറിയുന്നത്. നമ്മൾ വൈകാൻ പാടില്ലാത്ത ഒരുപാട് മേഖലയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ ഈ പ്രശ്നം ഗുരുതരമായി കഴിയുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാകുന്നത്. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കും അതൊരാത്മീക കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ദൈവത്തിൻ്റെ വചനത്തെ നന്നായി പഠിക്കുന്ന ഏതൊരാൾക്കും ഇത്തരത്തിലുള്ള ആത്മീക വെളിപ്പാടുകൾ ദൈവം നൽകി അവരുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിലും ആത്മീക ജീവിതത്തിലും വളരെ ഗൗരവമുള്ളവരായിരിക്കും. അങ്ങനെ തന്നെ ആകണം. പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടും വളരെ സങ്കടത്തോടും കൂടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു പ്രാർത്ഥിച്ചാലും രക്ഷയില്ല എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. കർത്താവ് ഈ വിത്തിൻ്റെ ഒരു ഉപമയിൽ, അല്ലെങ്കിൽ ഞാറിൻ്റെ ഒക്കെ ഒരു ഉപമയിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയുണ്ട്. ഈ ഞാർ വളർന്ന് കതിരായപ്പോൾ കളയും തെളിഞ്ഞു വന്നുവെന്ന് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാർ വളർന്ന് കതിരായപ്പോൾ കളയും തെളിവായി വന്നു. പിന്നീട് ഈ കള പറിച്ച് കളയാനായിട്ട് പറ്റത്തില്ല, കാരണം കള പറിച്ചാൽ ഞാറും പോകും. അതുകൊണ്ട് കൊയ്ത്തിൻ്റെ സമയത്തേക്ക് വരെ നിർത്തി. അത് മറ്റൊരർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിലും പലതും നമ്മൾ വൈകിയാണ് തിരിച്ചറിയുന്നത്. ഒത്തിരി ലേറ്റായിപ്പോകും. അത് ഞാൻ പറയുന്നത് കുറ്റം മാതാപിതാക്കളുടേത് തന്നെയാണ്. അത്രയ്ക്ക് ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും. ഞാൻ ദൈവവചനത്തിൽ നിന്നത് പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഗൗരവമാകാനും ശ്രദ്ധിക്കാനും അത് കഴിയും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവവചനമാണല്ലോ നമ്മുടെ അടിസ്ഥാനം. കുറേ ദിവസങ്ങളായിട്ട് ധാരാളം മാതാപിതാക്കന്മാർ ഇങ്ങനെ മെസ്സേജുകൾ അയക്കുമ്പോഴൊക്കെ അവർ പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തേണ്ടുന്നത്, കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടുന്നത്, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം. ഇത് ഒരു അരമണിക്കൂർ കൊണ്ടോ 3/4 മണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം വിശുദ്ധ വേദപുസ്തകം ഞാൻ പഠിച്ചപ്പോൾ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന്, മതഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായി കുടുംബം, തലമുറകൾ, അവരെ ആത്മീകമായി വളർത്തുക, പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക, അവരെ ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുക, ഇത് ദൈവം വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു വസ്തുതയാണ്. വളരെ ഗൗരവമായിട്ടാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിനേക്കാൾ അധികം പഴയ നിയമത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതല്ല, അത് കൊടുക്കാത്തത് കൊണ്ടല്ല. കാരണം ആദിമകാല ഭക്തന്മാർ അവർ പ്രായോഗിക ജീവിതത്തിനായി ആശ്രയിച്ചിരുന്നത് പഴയ നിയമ പുസ്തകങ്ങളെ തന്നെയായിരുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ല എന്നുള്ളതേ ഉള്ളൂ.
പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ അവരത് ഫോളോ ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല. പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഓക്കെ, മക്കളെ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുഞ്ഞിൻ്റെ ജനനം, വളർച്ച, ആ കുഞ്ഞിൻ്റെ മുമ്പോട്ടുള്ള ജീവിതം, ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് ഇത് ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആത്മീക ശുശ്രൂഷ കൂടെ ആയതുകൊണ്ട് നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 2-3 എപ്പിസോഡുകൾ ഇത് നീളും. നിങ്ങൾ എനിക്കറിയാം ഒരുപാട് പ്രിയപ്പെട്ടവർ ദൈവവചനം കേൾക്കുന്നുണ്ട്. കാരണം പരമാർത്ഥമായും സത്യസന്ധമായിട്ടും ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രി 10:15 രാത്രിയിൽ 10:15 ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചർച്ചിൽ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിൻ്റെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ്. അതിനായിട്ട് അവിടെ ശുശ്രൂഷിച്ച ഒരു വേദഭാഗം തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 80-ാമത്തെ വാക്യം, 2-ാം അധ്യായം 40-ാമത്തെ വാക്യം. ഈ 2 വാക്യങ്ങൾ ഒരുപോലെ ചേർന്ന് പോകുന്ന 2 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. 2-ാമത്തേത് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. പൈതൽ വളർന്നു എന്നുള്ളതല്ല, അതല്ല ഇവിടുത്തെ വിഷയം. ആത്മാവിൽ ബലപ്പെട്ടു, സ്ട്രെങ്തൻഡ് ഇൻ സ്പിരിറ്റ്. ശരിക്കും ദൈവം ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ആഗ്രഹിക്കുന്നത് ആത്മാവിൽ ബലപ്പെടണം. ഈ 2 കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുകയാണ്. ആത്മാവിൽ ബലപ്പെട്ടു. ഇത് വെറുതെ എഴുതിയപ്പം എന്നാൽ ഈ 2 എണ്ണം അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി എഴുതിയതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബൈബിളിലെ ഓരോ വാക്കുകളും ദൈവനിശ്വാസ്യമാണ്. നമ്മൾ പല സമയങ്ങളും അത് വെറുതെ വായിച്ചു വിടും, പക്ഷേ അതിൻ്റെ പിന്നിലെ അർത്ഥം ഗ്രഹിക്കാൻ വിട്ടുപോകുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് വായിക്കുക. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. ഈ 2 പേരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ 2 പേരല്ല. ഈ ഔഗുസ്തോസ് കൈസറിൻ്റെ സെൻസസിൻ്റെ ഒരു ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവിടെ എഴുതുന്നുണ്ട്. അപ്പം ധാരാളം കുഞ്ഞുങ്ങൾ ആ സമയത്തുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് 2 കുഞ്ഞുങ്ങളെക്കുറിച്ച് എഴുതി. ഈ ആത്മാവിൽ ബലപ്പെട്ട് വളർന്ന 2 കുഞ്ഞുങ്ങളാണ് പിൽക്കാലത്ത് ദൈവരാജ്യത്തിൻ്റെ കേന്ദ്രമായി നിന്നുകൊണ്ട് ശുശ്രൂഷിച്ചവർ. ഒരാൾ സ്നാപക യോഹന്നാൻ, യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വഴിയൊരുക്കിയ ആൾ. സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന് കർത്താവ് പറഞ്ഞത്, ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക്. ആ പഴയ നിയമ പൗരോഹിത്യ യുഗത്തിന് അവസാനം കുറിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വഴിയൊരുക്കിയ ദൈവഭക്തനായ മനുഷ്യൻ, അതാണ് ഒരാൾ. 2-ാമത് ജ്ഞാനം നിറഞ്ഞ ആത്മാവിൽ ബലപ്പെട്ട് മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും കൃപയിൽ വളർന്നു വന്നത് നമ്മുടെ യേശു കർത്താവാണ്. ഇവർ 2 പേരും വാക്കുകൾ കൊണ്ട് ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല ആരാണെന്നുള്ളത്. അപ്പം ഇവർ ചെയ്ത ശുശ്രൂഷകൾ നമുക്കറിയാവുന്നതാണ്. പക്ഷെ അവർ ശുശ്രൂഷ ചെയ്ത കാലഘട്ടത്തിന് മുൻപ് ഒരു കാലഘട്ടം നമ്മൾ അറിയാത്തതിനെ പരിശുദ്ധാത്മാവ് മറനീക്കി തരികയാണ്. യോഹന്നാൻ ചെയ്ത ശുശ്രൂഷ നമുക്കറിയാം. പക്ഷെ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്നത് വരെ താൻ മരുഭൂമിയിലായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരുഭൂമിയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? മൊബൈൽ ഫോണിൽ കളിച്ച് വീഡിയോ ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒരിക്കലുമല്ല. യോഹന്നാൻ ചെയ്ത സ്നാനം, ശുശ്രൂഷകളെല്ലാം തനിക്ക് വെളിപ്പെട്ട് കിട്ടിയതാണ്. മാതാപിതാക്കളുടെ കീഴിൽ ഒതുങ്ങിയിരുന്ന കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് വരെ താൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. യോഹന്നാൻ തടവിലായപ്പോൾ യേശു ഗലീലയിൽ പ്രസംഗിച്ചു തുടങ്ങി എന്നുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അവർ ശുശ്രൂഷിച്ച ശുശ്രൂഷ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവർ വളർന്നു വന്ന കാലഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? പ്രിയരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു യൗവനക്കാരൻ, ഒരു തലമുറ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഒരുക്കത്തിൻ്റെ കാലഘട്ടം ഉണ്ട്. ധാരാളം കാര്യങ്ങൾ ഒന്നിച്ച് അതിൻ്റെ അകത്ത് വരണം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ തലമുറകൾ തെറ്റിപ്പോയി, അവർ കൊള്ളരുതാത്തവരായിപ്പോയി. നമ്മൾ അവസാനമായി ഇതറിയുന്നേ.
പല സമയങ്ങളിലും അവരെ വളർത്താൻ മറന്നുപോകുന്നു, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ആലോചന പ്രാപിക്കാൻ മറന്നുപോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിലേറ്റവും പരമപ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയ 1-2 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒന്നാമത്തേത്, ഈ ആത്മാവിൽ ബലപ്പെട്ട് വളർന്നു വന്ന 2 കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കളിലേക്ക് നമുക്കൊന്ന് പോകാം. സാധാരണക്കാരായ മാതാപിതാക്കളല്ലായിരുന്നു പ്രിയരെ. നല്ല മാതാപിതാക്കളിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് മാതാപിതാക്കളായ നമ്മൾ തികഞ്ഞ ആത്മീകരും ആത്മീക വെളിപ്പാടുള്ളവരുമായിട്ട് മാറുക. അങ്ങനെ മാത്രമേ നശിച്ചു പോകാത്ത ഒരു തലമുറയെ നമുക്ക് കൊണ്ടുവരുവാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനതിന് തെളിവ് പറഞ്ഞു തരാം. യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കന്മാർ ആരായിരുന്നു? എലിസബത്ത്, പിതാവ് സെക്കരിയാവ്. 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഇരുവരും നീതിയുള്ളവർ, കർത്താവിൻ്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. സെക്കരിയാവ് പ്രവചിച്ചവനാണ്. സ്വന്തം മോനോട് പ്രവചിച്ച ഒരു മനുഷ്യനാണ് സെക്കരിയാവ്. സ്വന്തം മോനോട് പ്രവചിച്ച ഒരപ്പൻ. ഒന്ന് ഓർത്തു നോക്കിക്കേ. 2, അപ്പം മാതാപിതാക്കന്മാർ 2 പേരും അങ്ങനെയുള്ളവർ. രണ്ടാമത്തേത്, യേശുവിൻ്റെ മാതാപിതാക്കളെ ഒന്ന് നോക്കിക്കേ. യേശുവിൻ്റെ അമ്മ മറിയ. ഞാൻ വിശ്വസിക്കുന്നത് അന്നത്തെ കാലത്തെ ഏറ്റവും വിശുദ്ധിയിലും പരിപാവനവുമായ ഒരു ജീവിതം നയിച്ച ആ മാതാവിൻ്റെ ഉദരത്തെ തന്നെയാണ് ദൈവപുത്രൻ്റെ ജനനത്തിനായിട്ട് തിരഞ്ഞെടുത്തത്. വെറുതെ നടക്കുന്ന എങ്ങനെയുമുള്ള ഒരു സ്ത്രീയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 2, യേശുവിൻ്റെ പിതാവിനെ ഒന്ന് നോക്കിക്കേ. പരിശുദ്ധാത്മാവിനാൽ ഉരുവാകുന്നതിന് മുമ്പ് മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. യോസേപ്പ്, ആ ദൈവമനുഷ്യൻ നീതിമാനായിരുന്നെന്ന് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നീതിമാനാണെന്ന് എഴുതിയത്? അവർ തമ്മിൽ കൂടിച്ചേരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് കണ്ടു. ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ആ പിതാവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഒരാളെ നീതിമാൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? സത്യത്തിൽ നീതിമാൻ നീതിയോടുള്ള പ്രവൃത്തിയിൽ നിന്ന് തെളിയിക്കപ്പെടണം. യഹൂദന്മാരുടെ കോണ്ടെക്സ്റ്റിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയാൽ അത് അവിഹിത ബന്ധത്തിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കി കൊണ്ടുപോയി മതപുരോഹിതന്മാരുടെ മുമ്പിൽ നിർത്തി തെളിവ് കാണിച്ച് ന്യായപ്രമാണം പ്രകാരം വിധിച്ച് കല്ലെറിഞ്ഞ് വരെ കൊല്ലാൻ പറ്റും. പക്ഷേ കൂടി വരുന്നതിന് മുമ്പ് ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയപ്പം 10 പേരോട്, അല്ലെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ നടന്ന് അവൾ ശരിയായിരുന്നോ, അവിടെ വീട്ടുകാർ ശരിയായിരുന്നോ എന്നൊന്നുമല്ല ചെയ്തത്. ഞാൻ കാരണം ഇവക്കൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന് കരുതി മിണ്ടാതെ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് നീതിമാനെന്ന് വിചാരിച്ചത്. പക്ഷെ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ദർശനത്തിലൂടെ പറഞ്ഞു, നിന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളുവാൻ നീ മടിക്കരുത്, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ദർശനമുള്ള മനുഷ്യൻ, നീതിയുള്ള മനുഷ്യൻ, അങ്ങനെയുള്ള മാതാപിതാക്കളിലാണ് ഈ 2 കുഞ്ഞുങ്ങളും വന്നത്. പ്രിയരെ, സ്നേഹത്തോടെ ഞാൻ പറയാം, മാതാപിതാക്കന്മാർ ദൈവകൃപയിൽ ജീവിക്കുന്നവരായി മാറണം. പ്രാർത്ഥിക്കാത്ത മാതാവ്, പ്രാർത്ഥിക്കാത്ത പിതാവ്, സാക്ഷ്യമില്ലാത്ത മാതാപിതാക്കന്മാർക്ക് എങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ പറ്റും? ജീവിതമില്ലാത്ത ഉപദേശം വെറും വെള്ളത്തിൽ വരച്ച വര പോലെയുള്ളൂ. ജീവിതമാണ് ഏറ്റവും പരമപ്രധാനം. നമ്മുടെ ഉപദേശമാണ്. ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ പറയുന്നത്, മക്കളെ പഥ്യോപദേശത്തിലും ബാലശിക്ഷയിലും വളർത്തണം. കുഞ്ഞുങ്ങളെ ഉപദേശം പഠിപ്പിക്കണം. തെറ്റ് കണ്ടാൽ അവരെ ശാസിക്കണം, ശിക്ഷിക്കണം. ആരാധനാലയങ്ങളിൽ ചെന്നിരിക്കുമ്പോൾ അവർ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത്. അവർ കൈ കൃത്യമായിട്ട് കൊട്ടുന്നുണ്ടോ? അവർ കണ്ണടച്ചിരിക്കുന്നുണ്ടോ? അവർ മുട്ടുമേലിരിക്കുന്നുണ്ടോ? കൂട്ടായ്മയിൽ അവർ ഇരിക്കുന്നുണ്ടോ? അവരുടെ സ്വഭാവം മാറുന്നുണ്ടോ? ഇതെല്ലാം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവരെ ഉപദേശിക്കണം. പഴയ നിയമ പുസ്തകങ്ങളിൽ ഒക്കെ നമ്മൾ കാണുന്നത്, നീ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം നിൻ്റെ മക്കൾക്ക് ദൈവം നടത്തിയതിനെക്കുറിച്ച് നീ പറയണം. നമ്മൾ പറയാറുണ്ടോ? പണ്ടൊക്കെ ബാല്യകാലങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അമ്മച്ചിയുടെ കൂടെ കിടന്ന് ഞാൻ വളരുമ്പോൾ അമ്മച്ചി ബൈബിൾ കഥകൾ പറയുമായിരുന്നു ചെവിയിൽ. ഇന്ന് കുഞ്ഞുങ്ങളെ ഓരത്ത് കിടത്തിയിട്ട് ഇപ്പുറത്ത് മൊബൈൽ ഫോണിൽ കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. ബന്ധങ്ങളില്ല, ആത്മീക കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു പോയി. പ്രിയരെ, ഇത് വളരെ ശ്രദ്ധിക്കണം. ഏലിയോട് എന്താ യഹോവയാം ദൈവം പറഞ്ഞത്? ഏലിയോട് പറഞ്ഞ കാര്യം, മക്കൾ ദൈവദൂഷണം പറയുന്നു എന്നറിഞ്ഞിട്ടും മക്കളെ
ശാസിക്കായികയാൽ ശാസിച്ചമർത്തായികയാൽ ശാസിക്കണം. ദൈവദാസന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. ഇതെല്ലാം വീട്ടിൽ നിന്ന് പഠിക്കണം. ഉപവസിപ്പിക്കണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിക്കണം. ഞാൻ വിവാഹം കഴിഞ്ഞ് എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ പലതവണ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ചില ദിവസങ്ങളിൽ എൻ്റെ മദറിൻലോ ഭക്ഷണം കഴിക്കുന്നില്ല. കുറച്ച് ദിവസമായപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, എന്താ അമ്മയെ ഫുഡ് കഴിക്കാത്ത? എന്നോട് പറഞ്ഞത്, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. ചുറ്റുപാടുമുള്ള ദേശത്ത് ഒരുപാട് പെൺകുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭർത്താവ്, എൻ്റെ പപ്പ വളരെ ദീർഘവർഷങ്ങൾ ആ സമയത്ത് ഗൾഫിലായിരുന്നു. അപ്പനില്ല, ഞാൻ മാത്രമാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. എൻ്റെ പെൺകുഞ്ഞുങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ ഞാൻ ആഴ്ചയിൽ 1 തവണ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പോഴെന്തിനാ ഉപവസിക്കുന്ന? കല്യാണം എല്ലാം കഴിഞ്ഞല്ലോ. എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും 2 മക്കളെ ദൈവം തന്നു. അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ദൈവം തന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ സാക്ഷ്യം നഷ്ടപ്പെടുത്തിയില്ല. പക്ഷേ ഞാനിപ്പോഴും ഉപവാസം നിർത്തിയിട്ടില്ല. കാരണം ദൈവം എനിക്ക് നന്മ ചെയ്തപ്പോൾ എൻ്റെ തീരുമാനം ഞാൻ മാറ്റിയില്ല. ഒരുപക്ഷെ ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുന്നതിന് പിന്നിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കരച്ചിലുകളും കണ്ണുനീരുമൊക്കെ ഉണ്ടാകും. പ്രിയരെ, ശ്രദ്ധിക്കുക. അടുത്തത്, മക്കളെ പ്രകോപിപ്പിക്കരുത്. ഡു നോട്ട് പ്രൊവോക്ക് എന്നാണ്. ഇത് വലിയൊരു ഗഹനമായ വിഷയമാണ് കേട്ടോ. ഈ പ്രൊവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹിറ്റ്ലർ എങ്ങനെ എത്ര ക്രൂരനായി മാറി? ഹിറ്റ്ലറിൻ്റെ ബാല്യകാലങ്ങളിൽ തൻ്റെ അച്ഛനാണോ വളർത്തച്ഛനാണോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, കുറ്റിയിൽ കെട്ടിയിട്ട് ചാട്ടയ്ക്ക് ഹിറ്റ്ലറിനെ അടിക്കുമായിരുന്നു. തൻ്റെ ശരീരം മുറിഞ്ഞ് ചോര ചിന്തുമായിരുന്നെന്നാണ് പറയുന്നത്. പിന്നീട് ചോര ഇങ്ങനെ ചിന്തുമ്പോൾ താൻ കരയുന്നതിന് പകരം ചിരിക്കുമായിരുന്നു. ഓർത്തു നോക്കിക്കേ, ആ മനുഷ്യൻ പിൽക്കാലത്ത് ലക്ഷക്കണക്കിന് യഹൂദന്മാരെ ഒന്നിച്ച് ഗ്യാസ് ചേമ്പറിൻ്റെ അകത്ത് കയറ്റി അവരെ കൊന്നൊടുക്കിയപ്പോഴും ആ മരണം കണ്ട് ചിരിക്കുന്ന സ്വഭാവമുള്ളവനായി ഹിറ്റ്ലർ ക്രൂരനായി മാറിയതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? തൻ്റെ ബാല്യകാലങ്ങളിലെ ദുരനുഭവങ്ങളാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല. ചെറിയൊരു കാര്യമല്ല, നമ്മുടെ വിഷയത്തിൻ്റെ ഒരു ഭാഗമേ ആയുള്ളൂ. ഇപ്പം തന്നെ ഏകദേശം വീഡിയോ എൻ്റെ ഇതിൽ 18 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഞാൻ എൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം മാത്രമേ വന്നുള്ളൂ. ഒത്തിരി ലോങ് ആവുകയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മാറ്റിവെക്കാം. പ്രിയരെ, യേശു കർത്താവിൻ്റെ മാതാപിതാക്കന്മാർ, സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കന്മാർ, ആ കുഞ്ഞുങ്ങൾ വളർന്നത് ആത്മാവിൽ ബലപ്പെട്ടതിൻ്റെ പിന്നിൽ ആത്മീക കാഴ്ചപ്പാടുള്ള മാതാപിതാക്കന്മാരുണ്ടായിരുന്നു. തിമത്തിയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ തിമത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ എന്താ? നിന്നിലുള്ള നിർവ്യാജ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലും നിന്റെ അമ്മ യുനീക്കയിലുമുണ്ട്. അത് നിന്നിലുമുണ്ട്. കണ്ടോ, വല്യമ്മയിൽ നിന്ന് അമ്മയിലേക്ക് വന്നു, അമ്മയിൽ നിന്ന് കൊച്ചുമോനിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീക കാഴ്ചപ്പാടുകൾ മാതാപിതാക്കന്മാർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ധാരാളം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. സത്യത്തിൽ ഈ യാക്കോബിൻ്റെ ബാല്യകാലങ്ങളിൽ സംഭവിച്ചതെന്താ? ഏശാവിനോടിഷ്ടം പിതാവായ ഇസഹാക്കിനാണ്. യാക്കോബിനോടിഷ്ടം അമ്മയ്ക്കാണ്. യാക്കോബ് അപ്പനെ കളിപ്പിക്കാൻ തയ്യാറാകാതെ ഇരുന്നപ്പോഴും അമ്മ പറയുക, ഞാൻ നിനക്കെല്ലാം വെച്ച് തരാം, നീ ഇന്ന കാര്യം ചെയ്യുക. നോക്കിക്കേ, 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരുപോലെ സ്നേഹിക്കേണ്ടതല്ലേ? 2 പേരെയും മാറി മാറി വേറിട്ട നിലയിൽ സ്നേഹിച്ചത് കൊണ്ട് സംഭവിച്ചത് എന്താ? ശത്രുക്കളായി കണ്ടാൽ കൊല്ലത്തക്ക നിലയിൽ വർഷങ്ങൾ മാറി താമസിക്കേണ്ടി വന്നില്ലേ? എത്രയോ കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പക്ഷഭേദങ്ങൾ കാണിക്കുന്നത് കൊണ്ട് സഹോദരങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞ കുടുംബങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനെല്ലാം കുറ്റക്കാർ മാതാപിതാക്കൾ തന്നെയാണ്. തെറ്റ് ചെയ്താൽ 2 കുഞ്ഞുങ്ങളെ ഒരുപോലെ ശിക്ഷിക്കേണ്ടതിന് ശിക്ഷിക്കത്തില്ല. ഒരാളെ അടിക്കും, ഒരാളെ സ്നേഹിച്ചു കൊണ്ട് നടക്കും. ഇതിൻ്റെ അകത്തൊക്കെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. 2 പേരെയും ഒരുപോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങൾ കൊണ്ട്. പക്ഷേ
അങ്ങനെ തന്നെ ആകണം. യോസഫിനെ സഹോദരന്മാർ പൊട്ടക്കുഴിയിൽ ഇടാനുള്ള കാര്യം എന്താ? ഇളയ മകനാകൊണ്ട് അപ്പൻ ഒത്തിരി സ്നേഹിച്ചു. അത് സഹോദരങ്ങൾക്ക് സഹിച്ചില്ല. ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി തീർത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒത്തിരി സ്നേഹം കണ്ടപ്പം ഇവൻ ഇല്ലെങ്കിൽ നല്ലതായിരുന്നുവെന്ന് ജ്യേഷ്ഠന്മാർ ചിന്തിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. മുമ്പോട്ട് പോകാം വളരെ വേഗത്തിൽ. മാതാപിതാക്കന്മാർ മക്കളെ പത്യോപദേശത്തിലും ദൈവകൃപയിലും വളർത്തണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പലതും ലേറ്റായിട്ടാണ് കാണുന്നത്. എന്തോ തെറ്റ് ചെയ്താലും എങ്ങനെയൊക്കെ നടക്കുമ്പോഴും ചിലരതിൽ എന്താ പറയുന്നത്, അതിൽ ആനന്ദം കണ്ടെത്തുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇതെല്ലാം പോകുന്നൊരു സമയമുണ്ട്. വളരെ ശ്രദ്ധിക്കണം. അവർ എപ്പോൾ ഉറങ്ങുന്നു ശ്രദ്ധിക്കണം. ഒരു പ്രായമാകുന്നവരെ ഞാൻ പറഞ്ഞിട്ട് അവരുടെ ബെഡ്റൂം ലോക്ക് ചെയ്യാൻ പോലും നിങ്ങൾ സമ്മതിക്കരുത് രാത്രിയിൽ എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, വളരെ ദുഃഖത്തോടും വേദനയോടും കൂടെയൊക്കെയാണ് ഞാനിത് പറയുന്നത്. ധാരാളം അനുഭവങ്ങൾ എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുണ്ട്. 2, ഈ കുഞ്ഞുങ്ങളുടെ വളർച്ച ആത്മാവിലാണ്. ഈ കുഞ്ഞുങ്ങൾ വളർന്നത് ദൈവശബ്ദം കേട്ടുകൊണ്ടുള്ള അവരുടെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിനൊടുവിലാണ് ദൈവം അവരെ ഉപയോഗിച്ചത്. ഇന്നത്തെ തലമുറകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. പണ്ടൊക്കെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒന്നും അവരൊക്കെ ഒരുപാട് നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴുള്ള ഇത്തരത്തിലുള്ള വിശ്വാസത്തിലേക്കൊക്കെ വരുന്നത്. പക്ഷേ 6 മണി കഴിഞ്ഞാൽ, മൂവന്തി സന്ധ്യ കഴിഞ്ഞാൽ കളിക്കാൻ പോകാൻ സമ്മതിക്കത്തില്ല. വീട്ടിൽ കയറണം. നിങ്ങൾക്ക് കേൾക്കണോ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഭവന സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് രാത്രിയിൽ 9:45 പത്തനംതിട്ട റിംഗ് റോഡിൽ വന്നപ്പോൾ 20-25 ചെറുപ്പക്കാർ, കണ്ടാലറിയാം എല്ലാം നല്ല വീട്ടിലെ പിള്ളേരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പിടിയും എല്ലാമായിട്ട് എന്തോ നടക്കുകയാണ്. ഞാൻ സൈഡിലൊന്ന് നിർത്തിയിട്ട് ഇതെന്താണെന്ന് ഞാൻ ചോദിച്ചു. എന്താ? വളരെ ശാന്തമായി വളരെ സാവകാശത്തിലാണ് ചോദിച്ചത്. ആക്സിഡൻ്റ് ആണോ എന്താണെന്നറിയാൻ. ഒരുത്തൻ എന്നോട് പറയുക, ചേട്ടൻ്റെ പാട്ടിന് പോകാൻ. ഞാനൊന്നും ചെയ്തില്ല. നമുക്ക് വിവേകവും ബുദ്ധിയും വേണമല്ലോ. ഞാനൊന്നും മിണ്ടാതെ ഞാനിങ്ങി പോന്നു. എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഞാൻ പറയാം. 9:30-10 മണിയായിട്ടും റോഡിൽ കറങ്ങി അടിച്ച് കിടക്കുക രാത്രിയിൽ, വീട്ടിൽ കയറാതെ. നിങ്ങളൊന്ന് നോക്കിക്കേ. പണ്ടൊന്നും ഇതൊന്നും നടക്കത്തില്ല. പക്ഷെ ഇതൊന്നും ഉടനെ സംഭവിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലതും പതനത്തിലേക്ക് പോയി കഴിയുമ്പോഴാണ്, പ്രത്യേകിച്ച് വേർപെട്ട ദൈവസഭകളിൽ മക്കളെ അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടെയാണ്, കരുതലോടുകൂടെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊക്കെ ആ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ദൈവിക ദർശനം ദൈവം എനിക്കെന്നാൽ ഉടനടി മാതാപിതാക്കളോട് പറയും. ദൈവം അങ്ങനെ കാണിക്കാറുണ്ട്, അത് ദൈവകൃപയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ഒരു ആത്മീക വെളിപ്പാടിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു ആത്മീക വെളിപ്പാടിൽ, ആത്മാവിൻ്റെ കണ്ണിൽ നമ്മളത് കാണുന്നവരായി മാറണം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ ഈ മെസ്സേജ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ധാരാളം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുണ്ട്. നമുക്ക് പിന്നീട് അടുത്ത ദിവസങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പം ഈ യോഹന്നാൻ, അതുപോലെ തന്നെ യേശു കർത്താവ്, ഇവരൊന്നും ഈ സഡൻലി പൊട്ടി ഈ വന്ന് ശുശ്രൂഷയിലേക്ക് വന്നവരും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരും ഒന്നും അല്ല. അതിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിന്ന് ചില കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ എൻ്റേതെന്താ ഇങ്ങനെ ആയിപ്പോയത്. പ്രിയരേ, ഈ ഉപയോഗിക്കപ്പെടുന്നവരൊന്നും ഒറ്റയടിക്കൊന്നും വന്നവരൊന്നും അല്ല. ധാരാളം അനുഭവങ്ങളിൽ, വേദനകളിൽ, കഷ്ടപ്പാടുകളിലൂടെ ദൈവം നടത്തുന്നൊരു കാലഘട്ടമുണ്ട്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു, ഡിപ്രഷൻ ഒത്തിരി കുഞ്ഞുങ്ങൾക്കുണ്ട്. ഡിപ്രഷൻ ഭയങ്കര പൈശാചിക തന്ത്രമാണത്. കാരണം വേദന അനുഭവിക്കാതെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ആവശ്യത്തിലധികമാണ് നന്മകൾ അവർക്കുള്ളത്. വിവാഹമോചനം, ഒരു പ്രശ്നം വരുമ്പോഴേ ഉടനെ ഡിവോഴ്സ്, ഉടനടിയൊക്കെ പോവുക ഡിവോഴ്സ്. പണ്ടങ്ങനല്ല, പ്രാർത്ഥിച്ചതൊന്ന് പരിഹരിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇന്നതൊന്നുമില്ല, വേണ്ട, അത്രയേ ഉള്ളൂ. പക്ഷെ ഒന്ന് മനസ്സിലാക്കാനും പിടിച്ചു നിൽക്കാനും ഒന്നും തയ്യാറാകുന്നില്ല. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയുണ്ടായിരുന്നു. ദൈവകൃപയിൽ വളരുന്നെങ്കിൽ മാത്രമേ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയുള്ളൂ.
അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ഈ സന്ദേശം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഉണ്ട്. വേദപുസ്തകത്തിൻ്റെ അകത്തെ പഴയ നിയമ പെരുന്നാളുകളിലൊക്കെ നിർബന്ധമായും കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കണമായിരുന്നു. ഈ പെസഹയുടെ സമയത്ത് ആടിനെ ഇറക്കുമ്പോൾ നിൻ്റെ ദൈവമായ യഹോവ എല്ലാ വർഷവും നീ ഇത് ചെയ്യണം. ദൈവം പറയുക, നിൻ്റെ മക്കൾ നിന്നോട് ചോദിക്കും. അപ്പം നീ അവരോട് പറയണം, നമ്മൾ മിസ്രൈമിൽ പരദേശികളായിരുന്നു, നമ്മളവിടെ അടിമത്തത്തിലായിരുന്നു, നമ്മളെ ആ അടിമത്തത്തിൽ നിന്ന് ദൈവമാണ് വിടുവിച്ചത്. നിൻ്റെ മക്കൾക്ക് നീ പറഞ്ഞു കൊടുക്കണം. കണ്ടോ, ദൈവം ഈ വിഷയത്തിൽ എത്ര കൺസേൺഡ് ആണെന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവം ഈ വിഷയത്തെ എത്ര ഗൗരവമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒത്തിരി കൈവിട്ടു പോയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. വളരെ സെൻസിറ്റീവായിട്ട്, വളരെ അവബോധത്തോടെ, ആത്മീക കൃപയിൽ, ആത്മാവിൻ്റെ കണ്ണിൽ ദൈവത്തിന് സ്തോത്രം, നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കുടുംബം, കുഞ്ഞുങ്ങളുടെ വളർച്ച, ഇതൊക്കെ വളരെ ഗൗരവമായ വിഷയമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പ്രേമവിവാഹത്തെക്കുറിച്ച് ചോദിച്ചു. ഞാൻ അതിനെക്കുറിച്ച് ഇടണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഒരു പ്രത്യേക വിഷയമായതുകൊണ്ട്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം ഇഷ്യൂസ് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ദൈവകൃപയിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരട്ടെ. അവർ ദൈവത്തിൻ്റെ ദാനമാണ്. പിശാച് അവരെ തകർക്കാതിരിക്കട്ടെ. ഇത്തരത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കട്ടെ. അവരുടെ ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമായി തീരട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.